ഹായ് പി എസ് സി ആസ്പിറൻസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്പനി ബോർഡ് LGS, VFA, 10th പ്രിലിംസ് തുടങ്ങിയ എക്സാമുകൾക്ക് വേണ്ടിയുള്ള എൻ്റെ നോട്ട് പ്രിപ്പറേഷൻസും അതുപോലെ പഠനരീതികളെയും കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പ്രധാനമായിട്ടും എൻ്റെ നോട്ട് പ്രിപ്പറേഷനാണ്. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ കൊണ്ട് അതിനെ ഫോളോ ചെയ്യുമ്പോഴത്തേക്കും എല്ലാ മെത്തേഡ്സും ഒരുമിച്ച് ഫോളോ ചെയ്താൽ നമ്മളത് പെട്ടെന്ന് ഫ്ലോപ്പ് ആവും. അതുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഓരോ പ്രോസസ്സും ചെയ്ത് വേണം നമ്മൾ PSC എന്ന സേഫ് സോണിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫസ്റ്റ് നമുക്ക് വേണ്ടി തന്നെ പഠിക്കാൻ വേണ്ടി ഇറങ്ങുക. PSC എന്ന് പറയുന്ന ഒരു എക്സാം നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും അപ്പം നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ എൻ്റെ നോട്ട് പ്രിപ്പറേഷനെ കുറിച്ച് പറഞ്ഞാൽ, ഫസ്റ്റ് വൺ ഞാൻ കാണിക്കുന്നത് SCRT ഒരു സീരീസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം SCRTക്ക് വേണ്ടി ഞാനൊരു നോട്ട് എടുത്തിട്ടുണ്ട്. 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള NCERT ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം 2 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഞാൻ ഈ എക്സാംസിന് വേണ്ടിയുള്ള SCRT കറക്റ്റായിട്ട് നോട്ട് പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട്. ഇത് 5ാം ക്ലാസ്സിൽ ബേസിക് സയൻസിൽ ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററുമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. പഴയ SCRT നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ട് ഒരുപാട് പോയിന്റ്സ് ഒക്കെ പുതിയ SCRTയിലുണ്ട്. അപ്പം എല്ലാവരും SCRT ഒരു നോട്ട്ബുക്കിൽ എഴുതാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഒരു നോട്ട് എന്ന് പറയുന്നത്, പ്രധാനമായിട്ടും നമ്മൾ PYQ റിലേറ്റഡ് ഫാക്ട് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു നോട്ടിൽ ഞാൻ 2025 PSC ചോദിച്ചിട്ടുള്ള എല്ലാ കറണ്ട് അഫേഴ്സും അതിന്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുവാണ്. ഓരോ ദിവസവും 1-2 പേജ് വീതമേ ഇതും എഴുതത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇതും ചെയ്യണുണ്ട്. പിന്നെ എൻ്റെ വേറൊരു നോട്ട് എന്ന് പറയുന്നത്, എല്ലാ സബ്ജക്റ്റും കൂടി ഉൾപ്പെടുത്തിയാണ് ഞാൻ പഠിക്കുന്ന ഓരോ ടോപ്പിക്കിലെയും നോട്ട്. ഒരു നോട്ടിൽ തന്നെ എല്ലാം കൂടി എഴുതും. അപ്പം SCRT പഴയ ഒരു SCRT ചാപ്റ്ററാണ് ഇതിൽ ഞാൻ എഴുതിയിരിക്കുന്നത്. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമുണ്ട്, അതുപോലെ മൗലിക കടമകളുണ്ട്, അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഇതിൽ എഴുതിയിരിക്കുന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, ഫ്രാൻസിലെ വിപ്ലവം തുടങ്ങിയ ഫ്രഞ്ച് റവല്യൂഷൻ തുടങ്ങിയ വീഡിയോ ആണ്. അപ്പൊ എനിക്കിത് എക്സാംസിന് കൊണ്ടുപോകാൻ എനിക്ക് ഇങ്ങനത്തെ ഒരു നോട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അങ്ങനെ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ടോപ്പിക്കും കൂടെ കണക്ട് ചെയ്ത് നോട്ട് എഴുതുന്നത് വളരെ ഉപകാരമായിരിക്കും. ഈ മൂന്നാമത്തെ നോട്ട് എഴുതുന്നതെന്ന് വെച്ചാൽ, മേത്സ് സബ്ജക്റ്റ് എനിക്ക് ഭയങ്കര ടഫ് ആയതുകൊണ്ട് മേത്സിന്റെ PYQ എഴുതുന്ന ഒരു നോട്ടാണിത്. PYQ എല്ലാം കൂടി ഓരോ നോട്ടിൽ അത് വെച്ച് 1-2 വട്ടം രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് ഞാൻ റിവിഷൻ നടത്തുമ്പോൾ പഠിച്ചു പോകുന്ന ഒരു നോട്ടാണിത്. ഇതും അധിക ദിവസം അതിനെ എഴുതി തുടങ്ങിയിട്ട്. ഈ ഒരു നോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PYQവും അതിന്റെ റിലേറ്റഡ് ഫാക്റ്റും എന്നുള്ളത്. സോ അതിനു വേണ്ടി എടുത്തിരിക്കുന്ന ഒരു നോട്ടാണ് ഇത്. PYQവും അതിന്റെ റിലേറ്റഡ് ഫാക്റ്റും ഡെയിലി ഓരോ ക്ലാസ്. ഇത് ഞാൻ തുടങ്ങിയിട്ട് ഒരു 25 ദിവസമായി. സോ ഞാൻ കാണിച്ചു തരാം. ഡിഗ്രി പ്രിലിംസ് ഒക്കെ ഒരു സൈഡിലും അതുപോലെ തന്നെ 10th വേണ്ടിയുള്ള PYQ ഒരു നോട്ടിലുമാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ ബാക്കിയാണ്. ഒരുപാട് നോട്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. PYQ അതിന്റെ റിലേറ്റഡ് ഫാക്ട് പഠിക്കുമ്പോൾ ഏകദേശം നമ്മൾ ടോപ്പിക് കവർ ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നും. പിന്നെ നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു റാങ്ക് ഫയലാണ്. ഏതൊരു PSC ഉദ്യോഗാർത്ഥിയുടെ കയ്യിൽ അത്യാവശ്യമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് റാങ്ക് ഫയല്. മിക്കുള്ള യൂട്യൂബ് ചാനലും പറയുന്ന റാങ്ക് ഫയലിന്റെ ആവശ്യമില്ലെന്നാണ്. നമുക്കൊരു അത്യാവശ്യ ഘട്ടത്തിൽ ഏതെങ്കിലും പഴയതായാലും ഒരു റാങ്ക് ഫയൽ എടുത്ത് നോക്കിയാൽ ഹിസ്റ്ററി ചാപ്റ്റേഴ്സ്, അതുപോലെ തന്നെ പിന്നെ ഇതുപോലുള്ള ഹിസ്റ്ററി ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്കതിൽ പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ പുതിയ കറണ്ട് അഫേഴ്സ് മാത്രമേ പ്രധാനമായിട്ടും അപ്ഡേറ്റ് നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ടല്ലോ. അത്യാവശ്യത്തിന് നോക്കാൻ ഒരു ഒരു PSC എന്ന് പറയുന്ന റാങ്ക് ഫയൽ നമുക്ക് അത്യാവശ്യമാണ്. അപ്പം ഇത്രയുമാണ് ഞാനിപ്പോൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് റാങ്ക് ഫയൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. ഏതൊരു PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയുടെ കയ്യിലും ഏതെങ്കിലും ഒരു പഴയ റാങ്ക് ഫയലെങ്കിലും ഉണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ട്. നമുക്ക് ചില ക്വസ്റ്റ്യൻസിൻ്റെയും റിലേറ്റഡ് ഫാക്ട് കണ്ടുപിടിക്കാൻ നമുക്ക് ഭയങ്കര എത്ര യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താലും നമുക്ക് കിട്ടത്തില്ല. ആ ഒരു സന്ദർഭങ്ങളിൽ എനിക്ക് ഈ റാങ്ക് ഫയൽ യൂസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെ കയ്യിലും ഒരു റാങ്ക് ഫയലെങ്കിലും ഭയങ്കര യൂസ് ആവുമെന്നാണ് തോന്നുന്നത്. അപ്പൊ റാങ്ക് ഫയലും ഈ ഒരു ഘടകമാണ്.
പിന്നെ സയൻസിൽ ഞാൻ കെമിസ്ട്രിയിൽ കുറച്ച് 1-2 ചാപ്റ്റർ, അത്യാവശ്യമുള്ള 1-2 ചാപ്റ്റർ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ PYQന്റെ ടെസ്റ്റ് സീരീസ് ചെയ്ത് നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഞാനിപ്പം ഡെയിലി ചെയ്ത് നോക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഇത്രയും നോട്ടുകളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഇത് ഓരോ നോട്ടും ഞാൻ എല്ലാത്തിൻ്റെയും കുറച്ച് കണ്ടന്റാണ്. ഇപ്പം 2-3 പേജ് വീതമാണ് ഞാൻ ഡെയിലി ചെയ്തു പോകുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും നോട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം SCRT ചാപ്റ്റേഴ്സ് എടുക്കുന്നെങ്കിൽ ഒരു 4-5 ചാപ്റ്റേഴ്സ് ഒരു ദിവസം എടുത്താൽ നമുക്ക് പെട്ടെന്ന് മൈൻഡ് ഡിസ്ട്രാക്റ്റ് ആവുകയും നമുക്ക് ആ ഒരു ടച്ച് അങ്ങ് പെട്ടെന്ന് പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് എനിക്ക് മതിയെന്ന് തോന്നുന്ന എൻ്റെ മൈൻഡ് പറയുന്ന സമയത്ത് ഞാൻ നിർത്തിയിട്ട് നെക്സ്റ്റ് സബ്ജക്റ്റ് എടുക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് മൈൻഡ് റിലാക്സ് ആവും, നമുക്കൊരു ബോറ് തോന്നത്തില്ല, പഠിക്കാനൊരു ക്യൂരിയോസിറ്റിയും വരും. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇതുപോലെ കമ്പനി ബോർഡ് LGSൻ്റെയൊക്കെ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.